അപ്പോൾ ഈ പത്രസമ്മേളനത്തിൻ്റെ ഉദ്ദേശം വിശദീകരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ സംഘാടക സമിതിയുടെ ചെയർമാൻ നമ്മുടെ മുൻ ബാങ്ക് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ശ്രീ പി ശശിധരനോട് അഭ്യർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, മാത്തിൽ സർവീസ് സഹകരണ ബാങ്കിൻ്റെ 75ാം വാർഷിക ഉദ്ഘാടനവും അതുപോലെ തന്നെ റൂറൽ ഹാർട്ട് ഗ്രാമീണ ആഴ്ചച്ചന്തയുടെ ഉദ്ഘാടനവുമാണ് 20-ാം തീയതി രാവിലെ 10:30 മണിക്ക് ശ്രീ ഡോക്ടർ തോമസ് ഐസക് നിർവഹിക്കുന്നത്. ഒരുപക്ഷെ സമീപ പ്രദേശത്തെവിടെയും കാണാത്ത ഒരു പുതിയ സംരംഭമാണ്. പഴയകാല ആഴ്ചച്ചന്തകളുടെ പുതിയ രൂപത്തിലാണ് ഇത് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. നബാർഡിൻ്റെ കാര്യമായ ധനസഹായത്തോടെയാണ് ഗ്രാമീണ ആഴ്ചച്ചന്ത എന്നുള്ള നിലക്ക് അതിനാവശ്യമായിട്ടുള്ള സൗകര്യങ്ങളെല്ലാം ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. നിങ്ങളെല്ലാം മനസ്സിലാക്കിയതുപോലെ പ്രാഥമിക സംഘങ്ങളാണ്, അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റികളാണ് നമ്മുടെ നാട്ടിലെമ്പാടുമുള്ള ഇങ്ങനെയുള്ള പ്രാഥമിക ബാങ്കുകളെല്ലാമായി ഉയർന്നു വന്നത്. സ്വാഭാവികമായി കാർഷിക മേഖലയെ സഹായിക്കുക എന്ന പ്രത്യേക ഉദ്ദേശത്തോടെയാണ് വലിയ ലാഭേച്ഛയൊന്നും കൂടാതെ തികഞ്ഞ സേവന പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനൊരു കാര്യത്തിൽ ബാങ്ക് ഏർപ്പെട്ടിട്ടുള്ളത്. ഇവിടെ അവരവരുടെ ഉൽപ്പന്നങ്ങൾ ഒരു നിശ്ചിത ദിവസം, ഇപ്പോൾ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എല്ലാ ബുധനാഴ്ചയും എന്നുള്ളവരൊക്കെയാണ്. അപ്പോൾ എല്ലാ ബുധനാഴ്ചയും ഇവിടെ അവരവരുടെ ഉൽപ്പന്നങ്ങൾ കൊണ്ടുവന്ന് സൗകര്യപ്രദമായിട്ട് വിൽക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അത് നേന്ത്രക്കായ ഉണ്ടാവും, പച്ചക്കറികളുണ്ടാവും, മറ്റ് കാർഷിക ഉൽപ്പന്നങ്ങളെല്ലാം ഉണ്ടാവും. എന്തുൽപ്പന്നമാണോ അതെല്ലാം തന്നെ വിറ്റഴിക്കുന്ന കേന്ദ്രം. ഇതിന് ആവശ്യക്കാരായിട്ടുള്ള ആളുകൾ, അതുപോലെ ഗുണഭോക്താക്കൾ എന്നുള്ളവർക്ക് ഇവിടെ വന്ന് വാങ്ങിക്കുന്ന സാധാരണക്കാരായ ആളുകൾ, കച്ചവടക്കാർ എല്ലാവർക്കും ഇവിടെ വന്ന് ബാർഗെയിൻ ചെയ്ത് പരമാവധി വില കൃഷിക്കാർ കിട്ടത്തക്ക രൂപത്തിൽ കച്ചവടം നടക്കും. ഇതാണ് ആഴ്ചച്ചന്ത കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ നിലയിൽ ഒരാശയം ഞങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വന്നപ്പോൾ ഇതുപോലെ എവിടെയെങ്കിലും ആരംഭിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത് തൃശ്ശൂരിലൊരു ഇതുപോലൊരു ഗ്രാമീണ ആഴ്ചച്ചന്ത റൂറൽ ഹാർട്ട് ഒരു ബാങ്കിൻ്റെ പരിധിക്കകത്തുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് അത് പോയിട്ട് കാണാനും മനസ്സിലാക്കാനും കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ നടത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുക. അതോടനുബന്ധിച്ച് തന്നെ 6 റൂമുകളും പ്രത്യേകമായിട്ട് ബാങ്ക് തയ്യാറാക്കിയിട്ടുണ്ട്. 6 റൂമിൽ ഈ പറയുന്ന നമ്മുടെ ആഴ്ചച്ചന്ത നേതൃത്വപരമായി നടത്താൻ ചുമതലപ്പെടുത്തുന്നത് ബാങ്കിൻ്റെ കീഴിലുള്ള ഫാർമേഴ്സ് ക്ലബിനെയാണ്. ആ ഫാർമേഴ്സ് ക്ലബ്ബ് അതിനൊരു ഓഫീസും അതുപോലെ തന്നെ അവർ തന്നെ പ്രത്യേകമായി ഒരു പ്രത്യേക കടയും തുടക്കുന്നതിന് വേണ്ടി ഇപ്പോൾ അവർ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് സംരംഭകത്വം, പ്രൈവറ്റ് വ്യക്തികൾക്ക് റൂം വാടക കൊടുക്കാനല്ല ഉദ്ദേശിക്കുന്നത്. ഇത് പുതിയ സംരംഭങ്ങൾ, പ്രത്യേകിച്ച് കാർഷിക മേഖലയിലെ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്ന ഗ്രൂപ്പുകൾക്കാണ് പ്രത്യേകമായിട്ട് ഈ റൂമുകളെല്ലാം നൽകുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. ഇപ്പോൾ തന്നെ 1-2 പേര് വന്നു കഴിഞ്ഞിട്ടുണ്ട്. അവർക്ക് കൊടുക്കുന്നതിൻ്റെ താക്കോൽദാനെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കും. ഇതാണ് പ്രധാനമായും 20-ാം തീയതി 10:30 മണിക്ക് തോമസ് ഐസക് നിർവഹിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മറ്റ് കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം ഉദ്ഘാടന ഭാഷണത്തിൻ്റെ ഭാഗമായിട്ട് ഈ കാര്യങ്ങളെല്ലാം ഇവിടെ പറയും. ഇതുപോലെ മാത്തിൽ ബാങ്കിൻ്റെ 75ാം വാർഷികം നാം എല്ലാം മനസ്സിലാക്കിയതുപോലെ ഒരു വില്ലേജ് മാത്രം പ്രവർത്തന പരിധിയായിട്ടുള്ള മാത്തിൽ സർവീസ് ബാങ്ക് പഴയ 1951 രൂപീകൃതമായി. അത് പിന്നീട് 76 ബാങ്കായി ഉയർന്നു. പിന്നീട് ഇങ്ങോട്ടേക്കുള്ള ജൈത്രയാത്ര എന്ന് പറയുന്നത് എല്ലാ കാലത്തും പിറകോട്ട് വരാതെ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത്. കഴിഞ്ഞ 10-22 വർഷമായിട്ട്
തുടർച്ചയായി ലാഭത്തിൽ പ്രവർത്തിക്കുന്ന ഫസ്റ്റ് ക്ലാസ് സ്പെഷ്യൽ ഗ്രേഡ് ബാങ്കാണ് മാതൃ സർവീസ് സഹകരണ ബാങ്ക്. 5 ശാഖകൾ ഇപ്പോഴുണ്ട്. അതുപോലെ തന്നെ 100-106 കോടിയിലേറെ നിക്ഷേപവും 90-95 കോടിയോളം വായ്പയും നൽകുന്നതിന് വേണ്ടിയും സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിന് പുറമെ ഈ സ്ഥാപനത്തിൻ്റെ ഉപസ്ഥാപനങ്ങൾ എന്നുള്ള നിലക്ക് വ്യത്യസ്തമായ മേഖലകളിലെല്ലാം തന്നെ നമ്മൾ സ്ഥാപനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് തുടങ്ങിയ കാലം തൊട്ട് തന്നെ വളം ഡിപ്പോ ഉണ്ട്. മറ്റ് പല സ്ഥാപനങ്ങൾ വളം ഡിപ്പോ നിർത്തലാക്കിയപ്പോൾ ലാഭനഷ്ടമൊന്നും നോക്കാതെ കൃഷിക്കാർക്ക് വേണ്ടി ഇപ്പോഴും തുടർച്ചയായി മെച്ചപ്പെട്ട നിലയിൽ പ്രവർത്തിക്കുന്ന രാസവള അതുപോലെ ജൈവവള വളം ഡിപ്പോ എന്നുള്ള നിലക്ക് നടക്കുന്നുണ്ട്. അതുപോലെ നിങ്ങളെല്ലാം മനസ്സിലാക്കിയതുപോലെ ഇതിനോട് ചേർന്ന് കിടക്കുന്ന നീതി മെഡിക്കൽ സ്റ്റോർ അടുത്ത കാലത്താണ് ആരംഭിച്ചിട്ടുള്ളത്. തുടർന്ന് പിന്നീട് അഗ്രി മാർട്ട് എന്ന് പറയുന്ന പച്ചക്കറിയുടെ വാങ്ങലും വിതരണവും സംഭരണവും വിതരണവും നടത്തുന്ന പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം നമ്മുടെ ഫാമേഴ്സ് ക്ലബിൻ്റെ നേതൃത്വം തുടർച്ചയായി 5-6 വർഷത്തിലേറെയായി നടക്കുകയാണ്. ലാഭകരമായി തന്നെ ആ സ്ഥാപനം മുന്നോട്ട് പോകുന്നുണ്ട്. അതിനെല്ലാം ഉപരിയായിട്ട് ഈ പുതിയ കാലത്തിൻ്റെ പ്രത്യേകതകനുസരിച്ച് കൃഷിക്കാർക്ക് ആധുനിക യന്ത്രോപകരണങ്ങൾ എത്തിച്ചു കൊടുക്കുക എന്നുള്ള നിലക്ക് ഒരു അഗ്രിടെക് എന്ന് പറയുന്നൊരു സ്ഥാപനവും ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തനവും നല്ല നിലയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ തന്നെ നിങ്ങളിവിടെ നോക്കിയാൽ സ്ഥിരമായി കാണുന്ന നമ്മുടെ നീതി ഇലക്ട്രിക് ഷോപ്പ് മെച്ചപ്പെട്ട നിലയിലാണ് അതിൻ്റെ പ്രവർത്തനം, നല്ല നിലയിൽ നടന്നു പോകുന്നുണ്ട്. അതുപോലെ തന്നെ നീതി റൂഫിംഗ് ഷീറ്റിൻ്റെ വ്യാപാരവും നല്ല നിലയിൽ നടത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. അപ്പം ഈ നിലയിൽ ഏറ്റവും മെച്ചപ്പെട്ട നിലയിലുള്ള സേവന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടാണ് ബാങ്കിങ് ഇതര മേഖലകൾ പ്രവർത്തിക്കുന്നത് എന്ന് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. എല്ലാം കൊണ്ടും പുതിയൊരു കാൽവെപ്പാണ് 20-ാം തീയതി നടക്കാൻ വേണ്ടി പോകുന്നത്. ഈ കഴിഞ്ഞ 75 വർഷക്കാലം എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ഈ നാട്ടിലെ മുഴുവൻ ജനതയുടെയും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി മുഴുവൻ ആളുകളുടെ നിക്ഷേപവും അതുപോലെ അവർക്ക് വായ്പയും മറ്റ് സേവനങ്ങളുമെല്ലാം നടത്തി മുന്നോട്ട് പോകുന്ന ബാങ്കിൻ്റെ പുതിയ കാഴ്ചപ്പാടാണ് ഈ റൂറൽ ഹാർട്ട് ആഴ്ച ചന്ത. ഇത് ഇവിടത്തെ ഒരു സ്ഥാപനം എന്നുള്ള നിലക്കല്ല, ഈ സമീപ പഞ്ചായത്തുകളിലെ എല്ലാ കൃഷിക്കാർക്കും ഇവിടെ കൊണ്ടുവന്ന് വിൽപ്പന നടത്താൻ കഴിയത്തക്ക രൂപത്തിലാണ് ഇത് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ മറ്റ് കാര്യപരിപാടി മറ്റ് ഉള്ള കാര്യത്തെ സംബന്ധിച്ചെല്ലാം പ്രസിഡന്റ് ഇവിടെ പറയും. അതിനനുസരിച്ച് ഈ പരിപാടി വിജയിപ്പിക്കുന്നതിന് വേണ്ടി നിങ്ങളേവരുടെയും പിന്തുണ ഉണ്ടാകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്തുകയാണ്. വർഷത്തിൻ്റെ ഉദ്ഘാടനവും അതുപോലെ തന്നെ നബാർഡിൻ്റെ സഹായത്തോടു കൂടി നമ്മൾ ഏർപ്പെടുത്തിയിരിക്കുന്ന റൂറൽ ഹാർട്ട് ഗ്രാമീണ ചന്ത അതാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ വിശദീകരിച്ചു കഴിഞ്ഞു. അതിൻ്റെ ഉദ്ഘാടനം നടത്തും. അതുപോലെ തന്നെ അതിലൊരു റൂമിൻ്റെ താക്കോൽ ദാനം നിർവഹിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം താക്കോൽ ദാനം നിർവഹിക്കും. അതുപോലെ തന്നെ അതുപോലെ ഫാർമേഴ്സ് ക്ലബിൻ്റെ ഓഫീസിൻ്റെ ഉദ്ഘാടനം നബാർഡിൻ്റെ CGM ശ്രീ നാഗേഷ് കുമാർ അനുമല എന്ന് പറയുന്ന അദ്ദേഹമാണ് നിർവഹിക്കുന്നത്. അതുപോലെ പിന്നെ വിവിധ സഹകരണ സംഘങ്ങളുടെ മറ്റ് വിവിധ സഹകരണ സംഘങ്ങളുടെ പ്രസിഡന്റുമാർ അതുപോലെ തന്നെ ജനപ്രതിനിധികൾ എല്ലാം പങ്കെടുക്കുന്നുണ്ട്. ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഈ നബാർഡിൻ്റെ തന്നെ DGM ശ്രീ ജിഷി മോൻ നിർവഹിക്കും. അതുപോലെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ബഹുമാനപ്പെട്ട AV ലേജു, അതുപോലെ ഭൂവികസന ബാങ്കിൻ്റെ പ്രസിഡന്റ് KD അഗസ്റ്റിൻ, അതുപോലെ തന്നെ കാങ്കോൽ ബാങ്കിന്റെ പ്രസിഡന്റ് PP സീദിൻ. മാത്തിൽ സർവീസ് സഹകരണ ബാങ്ക് 75-ാം വാർഷികത്തോടനുബന്ധിച്ച് റൂറൽ ഹാർട്ട് ഗ്രാമീണ ചന്ത ഈ വരുന്ന ജൂലൈ 20-ന് നടത്താൻ സംഘാടക സമിതി തീരുമാനമായിട്ടുണ്ട്. ഇതിൻ്റെ ഉദ്ഘാടനം മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി തോമസ് ഐസക്കാണ് ഉദ്ഘാടനം ചെയ്യുക എന്ന് വാർത്താ സമ്മേളനത്തിൽ സംഘാടകർ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ P ശശിധരൻ, ബാങ്ക് പ്രസിഡന്റ് C രവീന്ദ്രൻ, ബാങ്ക് സെക്രട്ടറി
വി ശൈലജ, എൻ കെ രാജൻ, കെ ശശീന്ദ്രൻ, ജയശ്രീ ടീച്ചർ, രമേശൻ എൻ കെ, കെ ദിവാകരൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു.